കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ എറേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിറ്റക്ട് ചെയ്യണം. ഡീബഗിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡ് math.h ഇൻക്ലൂഡ് തന്നെ തെറ്റാ. ആക്ച്വലി ക്യാപിറ്റൽ ലെറ്റർ വരാൻ പാടില്ല. അത് മാത്രമല്ല ഹെഡർ ഫയൽസിന്റെ ഫോർമാറ്റ് ഇതാണ് #include ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളിനകത്ത് എന്താ കൊടുക്കേണ്ടത്? ആ ലൈബ്രറി നെയിം കൊടുക്കുക വിത്ത് എക്സ്റ്റൻഷൻ .h കൊടുക്കുക. #includeല് I സ്മോൾ ലെറ്റർ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ലൈൻ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഫംഗ്ഷൻ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് അല്ല, ഇത് തെറ്റാണ്. റൗണ്ട് ബ്രാക്കറ്റ് ദാറ്റ് ഈസ് പരാൻതസിസ് ആണ് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല മെയിനിന് തൊട്ട് മുൻപായിട്ട് അവിടെ റിട്ടേൺ ടൈപ്പ് കൊടുക്കണം. ഇന്റ് കൊടുക്കാറുണ്ട്, വോയിഡ് കൊടുക്കാറുണ്ട്. റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ ഡിനോട്ട് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ, റിട്ടേൺ ചെയ്യാൻ വാല്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ റിട്ടേൺ ടൈപ്പ് കൊടുക്കാം. ഒന്നുമില്ല എങ്കിൽ വോയിഡ് കൊടുക്കണം. ഇവിടെ രണ്ടും കൊടുത്തിട്ടില്ല, സോ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദെൻ ബ്ലോക്ക് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഉദ്ദേശിച്ചത് പരാൻതസിസ് ആണ്. ആക്ച്വലി പരാൻതസിസ് അല്ല, ബ്രേസസ് ആണ് കൊടുക്കേണ്ടത്. അല്ലെ, കേർലി ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് ബ്ലോക്ക് ഓപ്പൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനൽ ലാസ്റ്റ് ലൈൻ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേർലി ബ്രാക്കറ്റ് ആണ് ക്ലോസ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടല്ലോ, സോ കേർലി ബ്രാക്കറ്റ് വെച്ച് ബ്ലോക്ക് ഓപ്പൺ ചെയ്യുക, ഫൈനലി കേർലി ബ്രാക്കറ്റ് വെച്ചിട്ട് ബ്ലോക്ക് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഫ്ലോട്ട് എക്സ്. ഫ്ലോട്ട് ഒരു കീവേഡ് ആണ്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, സി പ്രോഗ്രാമിനകത്ത് ആ പ്രോഗ്രാമിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് കീവേഡ്സ്, ഫങ്ഷൻസ്, ലൈബ്രറീസ്, ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് ചെയ്തേക്കുന്നത്, ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഫ്ലോട്ട് ഒരു കീവേഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലോട്ട് എപ്പോഴും എഴുതേണ്ടത് സ്മോൾ ലെറ്റേഴ്സിലാണ്. എക്സ് ഐഡന്റിഫയർ ആണ്, ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ കൊടുക്കാം, സോ അതിൽ മിസ്റ്റേക്ക് ഇല്ല. ദെൻ എക്സ് ഈക്വൽ ടു 2.5 ഓക്കെ ആണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. വൈ ഈക്വൽ ടു എക്സ്പൊണന്റ് ഓഫ് എക്സ്. ഹു ഈസ് വൈ? അങ്ങനെ ഒരു വേരിയബിൾ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ആ സ്റ്റേറ്റ്മെന്റിലോ അതിന് മുന്നേ ഉള്ള സ്റ്റേറ്റ്മെന്റ്സിലോ ഒന്നും വൈ ആരാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ കമ്പൈലർക്ക് ഇയാൾ ആരാന്ന് അറിയില്ല. സോ കമ്പൈലർ അവിടെ വെച്ചിട്ട് അൺഡിഫൈൻഡ് സിമ്പിൾ എന്നൊരു എറർ തരും. ദെൻ പ്രിന്റ് പി ക്യാപിറ്റൽ ആണ്. പ്രിന്റ് എഫ് എന്ന ഫംഗ്ഷൻ ആണ് സിക്കകത്ത് വരുന്നത്. പ്രിന്റ് എന്ന ഫംഗ്ഷൻ ഇല്ല, അത് ഒന്നാമത്തെ മിസ്റ്റേക്ക്. കൂടാതെ ഇവിടെ പി ക്യാപിറ്റൽ കൊടുത്തേക്കുന്നത്. പ്രിന്റ് എഫിന്റെ സിന്റാക്സ് ഇതാണ്, പി സ്മോൾ ലെറ്റർ RINTF പരാൻതസിസ് ആണ്. പ്രിന്റ് എഫ് ഫംഗ്ഷൻ ആണ്, പരാൻതസിസിനകത്താണ് ഇത് കൊടുക്കേണ്ടത്. എക്സ് കോമ വൈ, എക്സും വൈയും പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. പ്രിന്റ് എഫ് കഴിഞ്ഞിട്ട് അവിടെ ടൈപ്പ് സ്പെസിഫയർ കൊടുക്കണം. എക്സിന്റെയും വൈയുടെയും ടൈപ്പ് സ്പെസിഫയർ കൊടുത്ത് അതിനുശേഷമാണ് എക്സും വൈയും പ്രിന്റ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല പ്രിന്റ് എഫ് എന്ന ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് എഫ് ഫംഗ്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത് stdio എന്ന ലൈബ്രറി ഫയലാണ്. സോ #include stdio.h. exp ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ #include math.h. സോ നമുക്ക് ഫുൾ പ്രോഗ്രാം ഒന്ന് നോക്കാം. രണ്ട് ലൈബ്രറീസ് ആഡ് ചെയ്യാനുണ്ട്, #include stdio.h, #include math.h. ദെൻ void മെയിൻ ഫംഗ്ഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ താഴെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല int മെയിൻ ഫംഗ്ഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ 0 കൊടുക്കാം. ഓക്കെ. ദെൻ ഫ്ലോട്ട് എക്സ് കോമ വൈ കൊടുക്കാം. ഇവിടെ എക്സ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ വൈ കൂടെ നിങ്ങൾ എന്ത് കൊടുക്കാം? ഫ്ലോട്ടിംഗ് പോയിന്റിൽ കൊടുക്കാം. y ഈക്വൽ ടു എക്സ്പൊണന്റ് ഓഫ് എക്സ്. ഇവിടെ ഇപ്പം വൈ ആരാന്നുള്ളത് കമ്പൈലർക്ക് ക്ലിയർ ആയി. y ഈസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ. പ്രിന്റ് എഫിനകത്ത് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. സോ %d അല്ല, %f ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ %f കൊടുക്കുക. അതുപോലെ തന്നെ വൈയുടെ വാല്യൂം എക്സിന്റെ വാല്യൂം പ്രിന്റ് ചെയ്യണ്ടേ? x ഈക്വൽ ടു %f, y ഈക്വൽ ടു %f. ഓക്കെ. സോ എക്സ് കൊടുക്കുക, y കൊടുക്കുക. വോയിഡ് മെയിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇവിടെ ഞാൻ ഇന്റ് മെയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? റിട്ടേൺ 0 കൊടുക്കാം. ബ്ലോക്ക് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്, പരാൻതസിസ് അല്ല, കേർലി ബ്രാക്കറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ഇഫ്, ഫോർ, സ്ട്രക്ചർ, സ്വിച്ച്, ഫങ്ഷൻസ്, ഇതിനൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്കിനകത്താണ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നത്. ഈ ബ്ലോക്ക് എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റിലും ക്ലോസ് ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റിലാണ്.